ഹലോ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് ഞാൻ ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഡിസംബർ 10 വൈകിട്ടെടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ സിറ്റിയിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 11. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. ബർത്ത്ഡേക്ക് പർച്ചേസ് ചെയ്യാനാണ് ഡാൻഡിക്കുട്ടി ജൊന്നക്കുട്ടി അച്ചാച്ചനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പറഞ്ഞു വിട്ടു, അവരറിയാതിരിക്കും. നാളെയാണ് അച്ചാച്ചൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കേക്കൊക്കെ പിള്ളേർ വാങ്ങിച്ചു. അവരെ അച്ചാച്ചൻ കാണാതിരിക്കാനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക പുറയിൽ. അപ്പം ഞാനെപ്പോഴും ചിലപ്പോൾ ഒക്കെ ഞാനങ്ങ് പുറയിലിരിക്കും. കാരണം എനിക്കധികം തണുപ്പ് വേണ്ട. ഡാനിക്കുട്ടിന് എപ്പോഴും നല്ല ചൂടായതുകൊണ്ട് അവനെപ്പോഴും നല്ല തണുപ്പ് വേണമെന്നും പറയും. അപ്പം ഞാൻ ഓർക്കും ഇടയ്ക്കിടയ്ക്ക് അവനും ഫ്രണ്ടിലിരിക്കട്ടെ. പിന്നെ അന്നേരം എല്ലാവർക്കും ഇരിക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് മാറി മാറിയിരിക്കാം. പിന്നെ ജൊന്നക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭയ ഇടാനായിട്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം നല്ലൊരു ഡ്രസ്സാണല്ലോ അത്. പിന്നെ അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് ശരിക്കും വീട് മുഴുവനും മെസ്സായിട്ട് കിടക്കുകയാണ്. അങ്ങോട്ടൊന്നും ആരും നോക്കല്ലേ. കാരണം ഞങ്ങൾ സാധനം വാങ്ങിയിട്ട് വന്ന് അപ്പം തന്നെ ഏകദേശം ഒരു 11 ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എളുപ്പം ഡെക്കറേഷനൊക്കെ ജൊന്നക്കുട്ടി ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുവാണ്. അച്ചാച്ചന് അപ്പോഴത്തേന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. എളുപ്പം ഒരു ഷർട്ടൊക്കെ ഇട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതാണ്. കാരണം അന്ന് രാത്രി തന്നെ, അതായത് ഡിസംബർ 10 കഴിഞ്ഞ 11 ആവുന്ന രാത്രി തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് ചെയ്തു. അതുകൊണ്ട് വീടൊന്നും അടുക്കാൻ പറ്റിയില്ല. ടേബിൾ മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അപ്പം ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു ഡേ ഞങ്ങളൊരു ഒക്കേഷനായിട്ട് വെക്കാറുണ്ട്. കാരണം എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ ഒരു കേക്ക് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കത്തില്ല, പക്ഷേ എന്തെങ്കിലും നമ്മൾ ആ ഒരു ദിവസം കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവർക്കും നമുക്കും ഒരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ, ഉണ്ണിച്ചനില്ലായിരുന്നു, ഉണ്ണിക്കുട്ടൻ നെക്സ്റ്റ് വീക്ക് വരും. അപ്പം ബാക്കി ഞങ്ങൾക്ക് പക്ഷെ അപ്പോഴത്തേന് ഡേ അങ്ങ് കഴിഞ്ഞ പോലെ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ പുറകിലേക്കൊന്നും ആരും നോക്കല്ല. എനിക്ക് തീരെ ഇഷ്ടമില്ല വീടൊന്നും ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നു. പക്ഷേ അന്നേരം അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ നല്ലൊരു കേക്ക് വാങ്ങിച്ചു. ഇത് വെൽവെറ്റ് കേക്കായിരുന്നു, റെഡ് വെൽവെറ്റ്. എനിക്കത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല വാങ്ങിക്കും, പക്ഷേ പിള്ളേർ പറഞ്ഞു നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ക്രീമൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നല്ല സൂപ്പർ കേക്കായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേക്ക്. നല്ല റിച്ചായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഒരു നല്ല രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരും ചിന്തിക്കല്ല ഞങ്ങളുടെ ലൈഫ് എപ്പോഴും ഇതുപോലെ സെലിബ്രേഷനും ഷോപ്പിങ്ങും അങ്ങനെയൊക്കെയാണോ എന്ന്. കാരണം ഞാൻ മെയിനായിട്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ അങ്ങ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ചില കോമൺ കാര്യങ്ങളുണ്ട്. കൂടാതെ ചില സ്പെഷ്യൽ ഡേയ്സിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കാണണം. അതുപോലെ തന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഇടുന്ന വ്ളോഗെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും എല്ലാ ദിവസവും പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് വീക്കെൻഡിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നതാണ്. പിന്നെ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പല വ്ളോഗ്സും ഇടാറുള്ളത്. പിന്നെ ഞാനിത് യൂട്യൂബിൽ എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് തന്നെ ആണെങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോൾ കാണാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ. യൂട്യൂബിലാകുമ്പോൾ നമുക്ക് എളുപ്പം കാണാം. ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ നമ്മളത് സേവ് ചെയ്തിട്ടാൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ റോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടാൻ. പിന്നെ ചിലപ്പോൾ നമ്മൾ എല്ലാ ഡയലോഗും നമ്മൾ ഇതിനകത്ത് ഇടാറില്ല. കാരണം മ്യൂസിക് ചിലപ്പോൾ കാണും. കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോഴും മ്യൂസിക് ഇടാറില്ല. പിന്നെ വീട്ടിലാണെങ്കിലും നമ്മൾ എല്ലാവർക്കും അറിയില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പബ്ലിക്കായിട്ട് പോകുന്ന വീഡിയോയിൽ ഇടാനും പറ്റില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്ത് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ എൻ്റെ ആഗ്രഹം വ്ളോഗ്സിനോട് കൂടെ തന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സൊസൈറ്റിയോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യും.